ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന് ISL മത്സരമുണ്ട്. എഗെയിൻസ്റ്റ് പഞ്ചാബ് FCക്കെതിരെയാണ് അവരുടെ തട്ടകത്തിൽ വെച്ചിട്ട്. അപ്പോൾ 2025 എന്നുള്ള ഈ പുതിയ വർഷത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരമാണ്. അപ്പോൾ ആ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടീം ന്യൂസാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അസിസ്റ്റൻറ്റ് പരിശീലനം നമ്മുടെ ഇപ്പോൾ ഇൻ്ററിംഗ് ഹെഡ് കോച്ചായ TG പുരുഷോത്തമനോ അതുപോലെ തന്നെ സച്ചിൻ സുരേഷായിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇഞ്ചുറി അപ്ഡേറ്റ്സ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ ടീമിൽ നിന്ന് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്ന ഐമൻ മസിൽ ഇഞ്ചുറി കാര്യങ്ങളായിട്ട് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ഐമൻ നാളെ ടീമിനോടൊപ്പം ഉണ്ട്. പുള്ളി യാത്ര ചെയ്തിട്ടുണ്ട് പഞ്ചാബിലേക്ക്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഐമൻ നാളെ സ്ക്വാഡിനോടൊപ്പം ഉണ്ടാവും. ഫസ്റ്റ് ലെവലൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ നാളെ നമുക്ക് ഐമനെ പ്രതീക്ഷിക്കാം സെക്കൻഡ് ഹാഫിലൊക്കെ. പിന്നെ അതുപോലെ നമ്മുടെ പരിക്കിൻ്റെ പിടിയിലായിരുന്ന ജീസസ് അതുപോലെ വിപിൻ ഇവരെന്ന് തിരിച്ചെത്തും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നാളത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല. അവർ ഇനിയും 2 മത്സരങ്ങൾ കൂടി ഒരു പക്ഷേ നഷ്ടമാകും. അതിനുശേഷമായിരിക്കും തിരിച്ചു വരിക എന്നുള്ളതാണ് ഇപ്പോൾ TG പുരുഷോത്തമൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയായാലും ഒരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ജീസസ് അത്രയും വേണ്ടപ്പെട്ട പ്ലെയറാണ്. അതുപോലെ മിഡ്ഫീൽഡിൽ വിപിനും. അപ്പോൾ ഉടനെ തിരിച്ചു വരട്ടെ. 2 മത്സരം കൂടി കഴിയുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ.